മണ്ഡലകാലം ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും 41 ദിവസങ്ങൾ. മണ്ഡലകാലം കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർക്ക് ആത്മീയമായ ഉണർവ് നൽകുന്ന പുണ്യകാലമാണ്. വൃശ്ചികം 1 മുതൽ 41 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിൽ ഭക്തർ കഠിനമായ വ്രതമെടുത്ത് ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. ഈ വ്രതാനുഷ്ഠാനങ്ങളുടെയും തീർത്ഥാടനത്തിന്റെയും പിന്നിൽ ആഴത്തിലുള്ള ആത്മീയതയും ഐതിഹ്യങ്ങളുമുണ്ട്. മണ്ഡലകാലത്തിന്റെ ഐതിഹ്യം: ശബരിമല ശാസ്താവിന്റെ ഉറ്റതോഴനായിരുന്ന വാവർ സ്വാമിയെ അയ്യപ്പൻ അനുഗ്രഹിച്ചത് ഒരു വൃശ്ചികം 1-ാം തീയതിയാണെന്നാണ് വിശ്വാസം. പന്തളത്ത് രാജാവിന്റെ പുത്രനായ മണികണ്ഠനെ വധിക്കാനെത്തിയ വാവർ അയ്യപ്പനുമായി ഏറ്റുമുട്ടുകയും പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അയ്യപ്പന്റെ ദിവ്യത്വം മനസ്സിലാക്കിയ വാവർ അദ്ദേഹത്തിന്റെ ഉത്തമ ഭക്തനായി മാറുകയും പിന്നീട് ശബരിമല തീർത്ഥാടനത്തിൽ അയ്യപ്പ ഭക്തർക്ക് തുണയായി നിലകൊള്ളുകയും ചെയ്തു. വാവരുമായുള്ള സൗഹൃദത്തിനു ശേഷം അയ്യപ്പൻ തന്റെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനായി വൃശ്ചികം 1 മുതൽ ധനു 11 വരെ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു. ഈ വ്രതത്തിലൂടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കാനും സ്വാമി അയ്യപ്പനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും സാധിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് മണ്ഡലവ്രതം എന്നറിയപ്പെടുന്നത്. ഈ കാലയളവിൽ അയ്യപ്പൻ ധ്യാനാവസ്ഥയിലായിരിക്കുമെന്നും കഠിന വ്രതമെടുക്കുന്ന ഭക്തർക്ക് പൂർണ്ണമായ അനുഗ്രഹം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വ്രതത്തിന്റെ പ്രാധാന്യം: മണ്ഡലകാല വ്രതം ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ 41 ദിവസങ്ങളിൽ ഭക്തർ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുദ്ധരായി ജീവിക്കുന്നു. രാവിലെയും വൈകുന്നേരവും കുളിച്ച് ഭജനയും നാമജപവും നടത്തുന്നു. കൂടാതെ ശരണം വിളികളോടെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. ഇരുമുടി കെട്ടേന്തി മല കയറുന്ന ഭക്തർക്ക് ആത്മീയമായ ഉന്നതിയും മനഃശാന്തിയും ലഭിക്കുന്നു. മണ്ഡലകാലം ഭക്തന്റെ ജീവിതത്തിൽ അച്ചടക്കവും ഭക്തിയും സമർപ്പണവും വളർത്താൻ സഹായിക്കുന്നു. ഈ കഠിന വ്രതത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനും ഈശ്വരനിൽ പൂർണ്ണമായും സമർപ്പിക്കാനും സാധിക്കുന്നു. മണ്ഡലകാലം ഭക്തർക്ക് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണ്. ഈ കാലയളവിൽ ഓരോ ഭക്തനവും തന്നിലെ ഈശ്വരനെ തിരിച്ചറിയാനും ഒരു ശരണം വിളിയോടെ സകല ദുരിതങ്ങളെയും മറികടക്കാനും സാധിക്കുന്നു.